രാത്രിയിലുണ്ടായ കാര്യമാണ്. അഭയും വിരാടും ഒരു പാർട്ടിക്ക് ശേഷം തിരിച്ചു പോവുകയായിരുന്നു. അവർ രണ്ടുപേരും നന്നായി മദ്യപിച്ചിരുന്നു. എടാ, ഈ രാത്രി വെള്ളം അടിച്ച് വണ്ടി ഓടിക്കില്ല അത്ര നല്ല കാര്യമൊന്നും അല്ലതേ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ എടാ നീയാണോടാ ഈ പറയുന്നത്? എടാ, എന്നേക്കാൾ കൂടുതൽ കുടിച്ചിട്ടുള്ളത് നീ അല്ലടാ. എന്നിട്ടാ ശരി ശരി തന്നെടേ, സമ്മതിച്ചു. വേറൊരു കാര്യം, പോകുന്ന വഴിക്കെങ്ങാനും വല്ല ചെക്കിങ്ങും കിട്ടാതിരുന്ന മതിയായിരുന്നു. ഇത്ര രാത്രിയായിട്ട് ഈ ഒറ്റപ്പെട്ട റോഡിൽ ചെക്കിങ്? നീ എന്താണ് പറയുന്നേ? പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ വണ്ടി പതുക്കെ ഓടിക്കുള്ളൂ. ഒന്നാമത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ബാലൻസ് അങ്ങ് പോയ വണ്ടി തകിടം മറിഞ്ഞ് വീഴൂടെ. അന്ന് ഒരു കാര്യം ചെയ്യും, നീ മാറിയിരിക്കും, ഞാൻ വണ്ടി ഓടിക്കാം. വേണ്ടടോ, വേണ്ട വേണ്ട, ഞാൻ തന്നെ വണ്ടി ഓടിച്ചോളാം, ഞാൻ ഓടിച്ചോളാം. അവരങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മുന്നിൽ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നത്. വിരാട് പെട്ടെന്ന് തന്നെ ബൈക്ക് നിർത്തി. ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട്, പക്ഷെ അവിടെ പോലീസുകാരെ ഒന്നും കാണുന്നില്ലല്ലോടാ. എനിക്ക് തോന്നുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, വാ വാ വാ, ആരും കാണാതെ പോക്കളയാം. അങ്ങനെ തന്നെ പോടാ. വിരാട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ മുന്നിൽ രണ്ട് പോലീസുകാരെ കണ്ടു. അതിലൊരാൾ വനിതാ പോലീസ് ആയിരുന്നു. എടാ, ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് വേറെ റോഡ് വഴി പോകാടാ. അവര് പിടിച്ചു വല്ല ചോദ്യം ചെയ്താ വലിയ പണിയാവടാ മോനെ. ശരിയാടാ, തിരിക്കടാ, വണ്ടി തിരിക്കടാ. വിരാട് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു. എന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. കുറച്ചു ദൂരം തിരിച്ചു വന്നതിനു ശേഷം അവർ ഉടനെ തന്നെ മറ്റൊരു റോഡിലേക്ക് കയറി. ഇത് കാട്ടിലൂടെയുള്ള വഴിയാണ്. ഇവിടെ ഒരുത്തരും നമ്മളെ ചെക്ക് ചെയ്യാൻ വരില്ല. അടിച്ചു പൊളിച്ചു പോകാം നമുക്ക്. എടാ, നമുക്ക് ഈ വഴി നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേടാ? നേരത്തെ തന്നെ വരണ്ടായിരുന്നു. വരേണ്ടതൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് എങ്ങനെ അറിയാടാ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ. കറക്റ്റ്, ശരിയാടാ, ശരിയാ പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കൂടെ അവരവിടെ കണ്ടു. നോക്കണം നോക്കണം, മുന്നില് നോക്ക്, പണി കിട്ടിയടാ, മുന്നിൽ നോക്കടാ. ഈടാ, എന്ത് പണിയാണത്? എവിടെ ചെന്നാലും അവിടെ ചെക്കിങ്. അവർ രണ്ടാളും അവിടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് നേരത്തെ കണ്ട അതേ പോലീസുകാരെ തന്നെയായിരുന്നു. എനിക്കിത് തലക്ക് പിടിച്ചതാണോന്നറിയില്ല, ഇതെങ്ങനെ സംഭവിക്കുന്നടാ? എടാ, ഇത് അവര് തന്നെയല്ലടാ ആദ്യം കണ്ട ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നവര്. അത് തന്നെ. ഇത് എങ്ങനെ ഇത്? എടാ, വണ്ടി തിരിക്ക്, എന്തോ പ്രശ്നമുണ്ട്, തിരിക്കടാ, തിരിക്ക്, വണ്ടി തിരിക്കടാ. വിരാട് വീണ്ടും വണ്ടി തിരിച്ചു. എന്നിട്ട് ഇത്തവണ അവർ വേറൊരു വഴിയിലേക്കാണ് പോയത്. എന്നാൽ അവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതേ പോലീസുകാർ വീണ്ടും അവിടെ തന്നെ കാണുകയും ചെയ്തു. ഇത് കണ്ട് രണ്ടാളും ഞെട്ടിപ്പോയി. അവർക്കിത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ചുറ്റും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മദ്യപിച്ചതിന്റെ ലഹരിയെല്ലാം ഒറ്റയടിക്ക് ഇറങ്ങിപ്പോയി. അവർ വീണ്ടും വണ്ടി തിരിച്ചു. എന്നിട്ട് റോഡ് സൈഡിൽ വണ്ടി നിർത്തി. എടാ, എന്തൊക്കെയാണത്? ശരി തന്നെ. എടാ, എങ്ങനെയാടാ ഈ ഒരേ ആൾക്കാർ എല്ലാ സ്ഥലത്തെത്തുന്നേ? എടാ, എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യന്മാരൊന്നും അല്ലടാ, ഇത് ഭൂതങ്ങളാണെന്നാടാ. ഭൂതോ? മൂന്ന് വഴിയിൽ അവര് തന്നെയല്ലടാ. ഇനി നമ്മൾ ഏത് വഴി പോകും? ശരിയാടാ, ഏത് വഴി പോയാലും നമ്മളെ അവര് പിടിക്കും. കേക്ക് ഞാൻ പറയുന്നത്, നമുക്ക് ഈ രാത്രി ഈ കാട്ടിൽ തന്നെ കഴിയാം. നീ പറയുന്നത് ശരി തന്നെ. ഒരു കാര്യം ചെയ്യ, ഇവിടെ തന്നെ നിൽക്കടാ, കാരണം ഏത് വഴി പോയാലും അവര് നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട്. ശരി, അത് തന്നെ ചെയ്യാടാ. അവർ രണ്ടുപേരും ബൈക്കിൽ നിന്നിറങ്ങി അവിടെ അടുത്ത് കണ്ട ഒരു പാറക്കല്ലിൽ കയറിയിരുന്നു. രണ്ടുപേരും നന്നായി പേടിച്ചിരുന്നു. കാട്ടിൽ നിന്നും ചെന്നായ്ക്കളുടെ ഓരിടൽ കേൾക്കുന്നുണ്ടായിരുന്നു.
എടാ നമ്മ ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ലെന്ന് തോന്നുന്നു. എടാ നീ പേടിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ നേരം വെളുക്കൂടാ. അപ്പൊ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ പോക്കൂടെ? ആ അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ചു സമയത്തിന് ശേഷം വിരാട് എഴുന്നേറ്റു. എവിടെ പോണ്ട? എടാ മൂത്രം ഒഴിക്കാനടാ. പേടിച്ച് ടെൻഷൻ അടിച്ചിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് വയ്യ. എടാ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോലടാ, ഞാനും വരാം. എടാ ഞാൻ എങ്ങും പോകുന്നില്ലെന്ന്, ഇവിടെ തന്നെ ഉണ്ടെന്ന്. വിരാട് ആ കുറ്റിച്ചെടികൾക്കിടയിൽ വന്ന് മൂത്രമൊഴിക്കുകയായിരുന്നു. അപ്പോ പിന്നിൽ നിന്നും ആരോ വന്ന് വിരാടിന്റെ തോളിൽ തട്ടി വിളിച്ചു. എടാ എടാ നിർത്തട, ഞാനിതൊന്ന് ഒഴിച്ച് തീർത്തോട്ടെ. പിന്നിലൂടെ വീണ്ടും തട്ടി വിളിച്ചു. വിരാട് തിരിഞ്ഞു നോക്കി. വിരാടിന്റെ പിന്നിൽ അതേ കോൺസ്റ്റബിൾ ആയിരുന്നു. അയാളുടെ മുഖം പകുതി പൊള്ളലേറ്റതുപോലെയായിരുന്നു. ഇത് കണ്ട് വിരാട് അലറി വിളിച്ചു. വിരാടിന്റെ അലർച്ച കേട്ട് അഭയ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കെത്തി. അവനും ആ കാഴ്ച കണ്ട് വല്ലാതെ പേടിച്ചു. ഓടിക്കോടാ, ഓടിക്കോ! അവരവിടുന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴേക്കും ആ ലേഡി കോൺസ്റ്റബിൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുഖവും പാതി പൊള്ളലേറ്റ നിലയിലായിരുന്നു. നീയൊക്കെ എങ്ങോട്ടോടാനാ? അവർക്ക് പുറകിലായി അടുത്ത കോൺസ്റ്റബിളും വന്നു നിന്നു. ആ പോലീസുകാരുടെ ചിരി കേട്ട് അവരുടെ രണ്ടുപേരുടെയും രക്തമുറഞ്ഞുപോയി. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ? ഒരിക്കലുമില്ല. നീയൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ ഇനി ഒരിക്കലും കള്ളു കുടിച്ച് വണ്ടി ഓടിക്കില്ല. ക്ഷമിക്കൂ പ്ലീസ്. സത്യം സത്യം സത്യമായിട്ടും അതെ, ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ വണ്ടി ഓടിക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ പ്ലീസ്. ഇല്ല, നിന്നെ പോലുള്ളവരെ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടുകയില്ല. എന്താ വിട്ടാല്? ഞങ്ങൾ ആരെ ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ വെറുതെ വീട്ടിലേക്ക് പോയിരുന്നില്ലേ? ആരെ കക്കാനും പിടിക്കാനും നിന്നില്ല. ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ടില്ല. ദൈവമേ, ഞങ്ങളെ വെറുതെ വിടണേ പ്ലീസ്. ആ രാത്രി ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു. നിങ്ങളെപ്പോലെ 2 ചെറുപ്പക്കാർ അന്ന് വന്നു. നിങ്ങളെപ്പോലെ കുടിച്ചിട്ട് വന്ന അവർ ചെക്ക് പോയിന്റും വെട്ടിച്ചോടിക്കളഞ്ഞു. ഞങ്ങൾ അവരെ ജീപ്പിൽ പിന്തുടർന്നു. പക്ഷേ പിന്നീട് അവർ അവരുടെ സിഗരറ്റ് കുറ്റിയെടുത്ത് ഞങ്ങളുടെ പെട്രോൾ ടാങ്കിലേക്ക് ഇട്ടു. അങ്ങനെ ഞങ്ങളുടെ ജീപ്പ് പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ 2 പേരും പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇനി പറയേ, ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്? പക്ഷേ അവര് വേറെ ആളുകളല്ലേ? ശരിയല്ലേ, ഞങ്ങളാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കോൺസ്റ്റബിളിനെ കൊല്ലുന്നത് വരെ കാത്തിരിക്കണോ? ഇല്ല, ഞങ്ങൾ നിങ്ങളെ ആദ്യമേ കൊന്നേക്കാം. വിരാടും അഭയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ കോൺസ്റ്റബിൾ ഭൂതം അവരെ പിടിച്ചു വെച്ചു. വലിച്ചിഴച്ചുകൊണ്ട് അവരെ ആ ചെക്ക് പോസ്റ്റിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് തൂണിൽ അവരുടെ 2 പേരുടെയും തല ഇടിച്ചിടിച്ച് കൊന്നുകളഞ്ഞു. ഈ ചെക്ക് പോസ്റ്റ് വെട്ടിച്ചു കടക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊരു പാഠമായിരിക്കണം. ഇനി ചെക്ക് പോസ്റ്റ് വെട്ടിച്ച് കടന്നു നോക്ക്.